ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ 5:30 ഗൈസ്, 5:30. ഇന്ന് പത്രം ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് സൈക്ലിങ്ങിന് പോകുന്നു വിചാരിച്ച്. കുറേ കാലം വിചാരിച്ചു ഇങ്ങനെ പോകണമെന്ന്. പക്ഷേ പത്രം ഉണ്ടായതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റണില്ല. അതുകൊണ്ട് ഇന്ന് പത്രം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് നേരം പോകുള്ളൂ, ഒരു 45 മിനിറ്റ്സ് പോകുള്ളൂ. ബിക്കോസ് ഇന്ന് ലെഗ് ഡേ ആണ്. ചവിട്ടി കുഴങ്ങിയാൽ പിന്നെ ലെഗ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഗൈസ് പോവാം. സാധനത്തിന് ആദ്യം പുറത്തേക്ക് ഇറക്കണം, അങ്ങനെ വലിയ ടാസ്ക്കാണ്. മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ചടപ്പാണ്, ബട്ട് എന്നാലും കുഴപ്പമില്ല, പോവാം. ഗൈസ്, മഴ പെയ്താലാണ് പെടല്. മഴക്കാലമല്ല, ഇന്നലെ ഫുള്ള് മഴയേനു. അപ്പോൾ മഴ പെയ്യോ അതും അറിയില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ വല്ല ഇങ്ങനെ ചോട്ടി പോയേക്കാം. രാവിലെ തന്നെ പാട്ടൊക്കെ ഇട്ട് കണ്ടേ പോകാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഞാൻ കുറേ മുമ്പ് വിചാരിച്ചതാണ്, പക്ഷെ പത്രം ഉണ്ടായതുകൊണ്ട് നടക്കൂല ഒന്നും. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പോവുള്ളൂ, കാരണം ഒന്ന് നേരത്തെ ജിമ്മ് കയറണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കിനാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടാണ്. ഞാൻ ഓരോട് ഇത് ഇപ്പോഴത്തെ നന്നാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓരോട് ചോദിച്ച പോലെ പറഞ്ഞാൽ പുതിയ ബ്രേക്ക് ആയതുകൊണ്ടാണ്. കാരണം ഈ സാധനം ബ്രേക്ക് പിടിച്ചാൽ നാട്ടുകാർ മൊത്തം എണീച്ചു, അമ്മാതിരി സൗണ്ടാണ് ഇതിന്. എന്തായാലും ഞാൻ കുറച്ച് നേരം പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പോട്ടെ. കുറച്ചുകൂടി കാണാം. ഗോയ്സ്, നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്തെത്തി. മന്നാമാട് പാലം എന്നാണ് പറയുക. വെളിച്ചമില്ലാത്തതുകൊണ്ട് ഒന്നും കാണില്ല. വരണ വഴിക്ക് നമുക്ക് ഇവിടെ നിർത്തി എന്തെങ്കിലുമൊക്കെ കാണാം. നല്ല രസമുണ്ടാവും രാവിലെ ഇവിടെ കാണാൻ. പോട്ടെ. നടക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങിയാണ്. പണ്ടത്തെ പോലെയൊന്നുമില്ല. പണ്ടൊക്കെ ഒന്നും ആൾക്കാർക്കൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പോൾ പെരീത്ത് എല്ലാവരും പാടി ഇറങ്ങും. ഫാമിലി അടക്കം അങ്ങനെയാണ് ഇറങ്ങല് ഇപ്പോൾ എല്ലാവരും. നല്ലൊരു കാര്യമാണ്. കേരളം വളരട്ടെ. ഇതുകൊണ്ട് ഗൈസ്, ഈ ഭാഗത്ത് ഏറ്റവും വലിയ പേരതാണ് ഒന്ന്. വൺ ഡേ, ഒരു ദിവസം നമുക്കും ഇതേപോലെ എടുക്കണം ഗൈസ്. ഒരു ദിവസം നമ്മൾ എടുക്കും എന്തായാലും, ഇൻഷാ അല്ലാ. അപ്പോൾ ഒരു കയറ്റാണ് ഗൈസ്, ചെറിയ കയറ്റം. പക്ഷേ ഈ കാണിയല്ലോ പെര. പക്ഷെ കുറേ കാലമായതുകൊണ്ട് എന്താ പറയുക, കുറേ കാലമായതുകൊണ്ട് കുഴങ്ങി, കുറേ കാലത്തിന് ശേഷം ചവിട്ടിയിട്ട് ഗോയ്സ് നമുക്കറിയാത്തൊരു വഴിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വഴി അങ്ങനെ അറിയില്ല, പിന്നെ പോയത്. സാധനത്താണ് ഒടുക്കത്തെ ഒച്ച. ഇവിടുത്തെ പെരീത്തോരെല്ലാം നീച്ചിട്ടുണ്ടോ ഒച്ചിട്ട്. മുതലമാട്, മുതലമാട് എത്തി ഗൈസ്. മുതലമാട് മുതലുണ്ടോ ബോയ്സ്? സ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തിയറിയോ? മലപ്പുറത്താണ് കുറച്ചാണ്. ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ പാണ്ടികശാലയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു വൈബ് എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ പോകുന്നത് വേറെ ആരെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ കേൾക്കുന്ന പ്ലേലിസ്റ്റൊക്കെ നിങ്ങൾക്ക് കൂടി കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടി ആ വൈബൊന്ന് എന്താ പറയുക, നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും. ഇതെന്താ വെച്ചാൽ, ഇതിൽ പാട്ടിട്ടാൽ കോപ്പറേറ്റ് അടിച്ചു. ഇങ്ങനെ രാവിലെ നല്ല കുറച്ച് തണുപ്പ്, ആ തണുപ്പിൽ സൈക്കിൾ ഓട്ടിയിട്ട് മറ്റേ ഹേയ് ജവാൻ ഹേയ് ദിവാനിലെ മറ്റേ ഇലാഹി പറഞ്ഞ സോങ് ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകണം മക്കളെ. പിന്നെ അതുപോലെ കബീറ എനിക്കൂർ അങ്ങനത്തെ ഹിന്ദി സോങ്സ് കേട്ടുകൊണ്ട് ഇങ്ങനെ പോകണം. പിന്നെ വൈബാണ്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. കിട്ടുന്നുണ്ടാവില്ല, കാരണം ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ എടുക്കണുള്ളൂ, ഫോൺ എടുക്കണുള്ളൂ. ഞാൻ പാട്ട് കേൾക്കില്ല. ഞാനത് പാട്ടിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ കോപ്പറേറ്റ് അടിക്കും. അതുകൊണ്ടാണ് നമ്മളെടുക്കാത്തത്. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് തിരിച്ച് പെരി പോകണം.
അത്യാവശ്യം കുറച്ച് ദൂരം വന്നു തോന്നണം. ഒരു 5 അടുത്ത് വന്നിട്ടുണ്ടാവും, 5 കിലോമീറ്ററിനടുത്ത്. ഗൈസ്, ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ചെങ്ങന്മാരോട് ഞാൻ പറഞ്ഞേക്കണം ഇന്ന് ഇതാണ് എന്താ പറയുക, ഇന്ന് പത്രം കുറവല്ലേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമി മനോരമയാണ് ഉള്ളത്. എനിക്ക് 2 പത്രവും ഇല്ല, മനോരമ കുറച്ചുള്ളൂ. അതുകൊണ്ട് എൻ്റെ പത്രം ഏജൻറ്റ് ഇടാറുണ്ട്, അതുകൊണ്ട് സീനില്ല. അപ്പോൾ ഈ പത്രം നേരത്തെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഇന്ന് നേരത്തെ ജിമ്മിൽ കയറുന്ന കേസാണ്. അപ്പോൾ 6:15 എന്ന് പറഞ്ഞാണ്, ഇപ്പോൾ 6 മണിയായി. ഞാൻ 6:30 എന്ന് പറഞ്ഞു. ഇപ്പോൾ 6:30 ആകുമ്പോഴത്തേനും എന്തായാലും എത്തൂല, ഉറപ്പാണ്. നമുക്ക് സ്റ്റിൽ നമ്മൾ മുമ്പ് തൊട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. നമ്മൾ ജിമ്മ് ഒരു 7 മണിക്ക് കയറാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല. നോക്കട്ടെ, കുറച്ച് പോയിട്ട് നമുക്ക് തിരിച്ചാൽ എത്ര കിലോമീറ്റർ പോകുന്നതെന്ന് നോക്കണം. അങ്ങനെ ഒരു മെയിൻ റോഡിലേക്ക് എത്തിയോ സംഭവം. 2 വഴികളുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോയേക്കാം. ഇങ്ങോട്ട് പിന്നെ എപ്പോഴെങ്കിലും പോയിക്കണോ തോന്നുന്നു, ഏതേ കാലത്ത് ഇങ്ങോട്ട് തീരെ പോയ ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങോട്ട് പോയേക്കാം. ഗൈസ്, നമ്മൾ മണ്ണിപ്പിലാക്കിലെത്തി. ഇതാണ് മണ്ണിപ്പിലാക്കിൽ. ഇത് സ്ഥലം കേട്ടിരിക്കണം, പക്ഷേ ഇത് കണ്ട ഓർമ്മയില്ല. കുറച്ച് പോയിട്ട് നമുക്ക് തിരിച്ചാൽ, കാരണം ഇപ്പോൾ തന്നെ 6:10 ആയിരിക്കും. 6:30 എന്തായാലും വരികത്തില്ല, ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ തന്നെ തിരിച്ചാലേ നമുക്കൊരു 6:40 ആകുമ്പോഴത്തേനെങ്കിലും എത്താം, 50 ആകുമ്പോഴത്തേനും. യെസ്, വൈകിട്ട് വരാം. ഗൈസ്, ഇനി അങ്ങോട്ട് മെയിൻ റോഡും പിന്നെ നമുക്ക് ടൈം ചെയ്യാത്തതുകൊണ്ടും കുറച്ച് കയറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ. നമ്മൾ കറക്റ്റ് 5 കിലോമീറ്റർ നമ്മൾ പോകുന്നു ഗൈസ്, കറക്റ്റ് 5 കിലോമീറ്റർ. നമുക്ക് തിരിച്ചു പോകാം. അല്ലേ, കൂടുതൽ പോയാൽ പിന്നെ പേരിലേക്ക് എത്താൻ നേരം വൈകും. അപ്പോൾ ജിമ്മിൽ പോകാൻ നേരം അങ്ങനെയൊക്കെ നേരമാകും. നമുക്ക് തൽക്കാലം ഇന്ന് ഫസ്റ്റ് കുറേ അതിന് ശേഷം ആദ്യമായിട്ടാണ് തേക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇത്ര മതി ഗൈസ്. ഈ പിന്നെ ഇന്ന് ലെഗിന് കളിക്കാനുള്ളതാണ്, വേറെ കാര്യം. അപ്പോൾ അത് ഇടങ്ങാറാവും. തിരിക്കാം. ഗൈസ്, ഇവിടെ താമരയൊക്കെ വിരിഞ്ഞാണ്. ഓ നൈസ്. മാലിന്യം നിക്ഷേപിക്കരുത്. യെസ്, 6:13 5 കിലോമീറ്റർ നമുക്ക് ഇനി പോകണം, എന്നാലേ പെരികത്തുള്ളൂ. നമുക്ക് എത്ര ടൈം എടുക്കും നോക്കാം ഗൈസ്. യെസ്, തുടങ്ങാം. ഞങ്ങളുടെ തിരിച്ചു തുടങ്ങാം. അയ്യോ, വെറുതെ കളിച്ചു വീണ്ട. വെള്ളം ടീംസ് പഠിച്ചോനെ, ടീംസ് മൊത്തം വർക്കുണ്ട്. പക്ഷേ ഞാൻ പോട്ടെട്ടാ. സീനുണ്ടായിക്കണോ, അടിപൊട്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ഭയങ്കര വച്ചാ വലിയ സീനാണ്. നമ്മൾ ഇവിടെ പറയണ്ട, പോവാ. വലിയ വെഹിക്കിൽ വരൂ. കുറച്ചുകൂടെ ഉള്ളൂ ഗൈസ്, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടാവും ഗൈസ്. നല്ല ബ്രോസ്റ്റിൻ്റെ മണം. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്, ചെറിയ ഹോട്ടൽ. പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിർത്തിയിട്ട് ഒരു പൊറോട്ടയും ബീഫും തിന്നണം. പക്ഷേ നമ്മൾ ചലഞ്ചിലായി പോയില്ലേ, ആദ്യം തിന്നാൻ പറ്റില്ല. ഒരു വിത്തൗട്ട് ചായയും ഒരു മുട്ടയാണ്. അതിനിപ്പോൾ ആണെങ്കിൽ പെരി പോയി തിന്നാൻ വരല്ലേ, അതുകൊണ്ട് തിന്നാൻ നിൽക്കണില്ല. ഒരു കയ്യിൽ ഫോൺ പിടിച്ചാൽ അങ്ങനെ വർത്തമാനം പോകുമ്പോൾ അതിലിങ്ങനെ നോക്കുക എന്താ സംഭവിച്ചിട്ട്. ഗൈസ്, കുറച്ചുകൂടി ഉള്ളൂ, ഇനി എത്താനേ. ഗൈസ്, നമ്മളെ നാട്ടിലേക്ക് എത്തി ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിർത്താൻ വിചാരിച്ചു. പോയാ ഗൈസ്, നമ്മളെ സൈക്കിൾ ഫയർഫോക്സ്. യെസ്, 6:30 കഴിഞ്ഞ് ഗൈസ്. നമ്മൾ പെരേക്ക് എത്താൻ ഒരു 800 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ സംഭവം. ഇവിടെ നല്ല രസമാണ് രാവിലെ വന്ന് നിൽക്കാൻ. പക്ഷേ ഞാനങ്ങനെ വന്ന് നിൽക്കുന്നില്ല. പക്ഷെ വന്ന് നിൽക്കാൻ രസമാണ് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഒരു ദിവസം രാവിലെ സൈക്കിളായിട്ട് ഇറങ്ങണം, എവിടുക്കാന്നില്ല അങ്ങനെ ഇറങ്ങണം. വെച്ചാൽ പോണ വഴി അറിയാത്ത വഴി കൂടെ എങ്ങനെ പോയി എവിടെയെങ്കിലൊക്കെ പെടണം, പെരിക്ക് തിരിച്ചു വരാൻ കഴിയരുത്. എന്നിട്ട് അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പിറ്റേ ദിവസം അതേപോലെ ഇങ്ങോട്ട് തന്നെ നമ്മൾ പെരക്ക് കണ്ടുപിടിച്ച് ഇങ്ങനെ വരാം. ഭയങ്കര രസകരം അതൊക്കെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ ഒരു ദിവസം
രാവിലെ ഇറങ്ങാം, ഒരു KSRTC കയറാം. എന്നിട്ട് KSRTC ഇങ്ങനെ മൊത്തം ആ ബസ് ഇങ്ങനെ പോവുക. ആ ബസ് ലാസ്റ്റോടെ നിർത്തണേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ബസ് കയറാം. പിന്നെ അങ്ങനെ കയറി ലാസ്റ്റ് നമുക്ക് അറിയാത്തൊരു സ്ഥലത്തെത്തണം. എന്നിട്ട് അവിടെ നിന്ന് അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വണ്ടി വിളിച്ചാണ്ട് ഇങ്ങോട്ട് തന്നെ വരാം. ഭയങ്കര രസമാണ് അതൊക്കെ. അങ്ങനെയൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ ഈ പണ്ടാരും ഈ പണി കൊണ്ട് പറ്റിയതൊന്നും. പത്രപ്പണിയുണ്ട്, പിന്നെ ക്ലിനിക്കിലും പോകാണ്ട്, അപ്പോൾ ഒന്നും നടക്കില്ല. ഒരു ദിവസം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോണ കേസ്. എന്തെങ്കിലുമൊക്കെ നടക്കുക കയറും. നമുക്ക് വീണ്ടും വീട്ടിലോട്ട് പോകാം. ഇവിടെ നിന്നിട്ടെത്താം. ഇനി ഒരു വലിയൊരു ആനക്കയറ്റം വരാണ്ട്, അത് വലിച്ചു കയറ്റണം. അതാണ് വലിയ ടാസ്ക്. ആരും നോക്കി പോവാ. നമുക്കുണ്ട് പേടി അല്ലേ? ഗൈസ്, ആ വലിയ കയറ്റം എത്തി. നമുക്ക് ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇത് ആനക്കയറ്റാണ്. സിക്സാക്ക് പോലെ കയറണം. കണ്ടക്ടർ വെച്ചാണ് ബസ്സിന് കിട്ടിയത്. കേട്ടെ, നമ്മളെ ഇൻസാസാണിത്. ഇന്ന ബസ്സാണ്. പ്ലേ ലിസ്റ്റാണ് മെയിൻ. ഇവരൊക്കെ പ്ലേ ലിസ്റ്റാണ് മെയിൻ. മഴ വിട്ട് പെട്ടെന്ന് മഴയത്, വിചാരിച്ച നേരത്തെ മഴയത്. പെട്ടെന്ന് ഇവിടെ ബാക്ക് അടിച്ച് കാണാൻ നമ്മൾ ഒരു പള്ളീൻ്റെ അങ്ങോട്ടാണ് വന്നു. സൈക്കിളവിടെ നിർത്തിയിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ അങ്ങോട്ട് കുറച്ച് മാറുന്നതാണ്. പെട്ടെന്നാണ് മഴയത്, ഒരു മുന്നറിയിപ്പുമില്ല. അങ്ങനെ മഴയത്. നമ്മൾ എപ്പോഴേ പറഞ്ഞാണ് മഴ പെയ്യും, വേണ്ട. പക്ഷേ നമ്മൾ പെരി എത്താനായിക്കോണം, അവിടെ സീനില്ല. നമുക്ക് ഇനി കുറച്ചുകൂടി ഉള്ളൂ. ആ കയറ്റം കയറിയാൽ നമ്മൾ ഏകദേശം പെരി എത്തി. അപ്പോൾ ഇതിന് മഴ ചെയ്തു പണ്ടാരം. എന്താ നല്ല നേക്കായി. പെട്ടെന്നാണ് മഴ ചെയ്തത്. മുടുക്കനായി മുടക്ക് കഴിഞ്ഞാണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? മഴ ഇപ്പം ജിമ്മ് കയറേണ്ടതേന്. മഴ പെയ്തിട്ടില്ലെങ്കിൽ ഓരൊക്കെ കയറിക്കണം. നമുക്കിനി ഒറ്റ കളിച്ചാണ്ട് തരേണ്ടി വരും. ഇന്ന് ലെഗും ഷോൾഡറുമാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഇല്ലാത്തൊന്നും പറ്റില്ല. അന്ന് നമ്മളെ കോഴ്സില്ല, ശനിയല്ല, ശനി നേരം ഓഫാണ്. അപ്പോൾ കോഴ്സില്ല. പിന്നെ ഇന്ന് ചില കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഡേ കഴിയുമ്പോഴത്തേനും അത് തീർക്കും. അത്രേ ഉള്ളൂ. പറഞ്ഞല്ലോ അടി പൊട്ടും. എന്തായാലും നമ്മളെ എയർപോർട്ടൊക്കെ അടിച്ചു പോയ മട്ടാണ്. ഇതിനൊന്നും കേൾക്കണില്ല. ഇതിന് എന്തോ ചെറിയ പോലെ കേൾക്കുന്നുണ്ട്, ചെറുതായിട്ട്. ഇനി പോയി ഒന്ന് ക്രൂയിസ് നമ്മൾ പെട്ടു. മഴ മാറുന്നില്ല. ടോർച്ചുണ്ട് ഇവിടെ. മഴ മാറുന്നില്ല. എന്തു ചെയ്യും? പോവാച്ചാൽ നമുക്ക് ഫോണുണ്ട്, അതാണ് മെയിൻ. ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണ്. പിന്നെ ഈ ഡിസ്പ്ലേ നന്നാക്കി ഇനിയിപ്പോൾ പിന്നെയും പോയാൽ ആകെ അടങ്ങാറാവും. അപ്പോൾ അതുകൊണ്ടൊരു പേടി. അല്ലെങ്കിൽ ഫോണൊന്നുമില്ലെങ്കിലാണെങ്കിൽ നേരം പോയേന്. മഴ കൊണ്ട് രണ്ടെണ്ണം പോയേന്. പിന്നെ എയർപോർട്ട് ഏകദേശം തീരുമാനമായി തോന്നുന്നു. ഒന്ന് മാത്രം ഇങ്ങനെ കേൾക്കേണ്ടത് മാത്രം, വേറെ ഒന്നും കേൾക്കണില്ല. അപ്പോൾ കുറച്ചുകൂടി കാത്തിക്കാം. അപ്പോൾ സമയം 7 മണിയായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 6:45 6:45 നമ്മൾ പെരി എത്തേണ്ടതേന്, ജിമ്മ് കയറേണ്ടതേന്. പക്ഷേ മഴ ചതിച്ച് ഇവിടെ എത്തിയപ്പോഴും മഴ ചെയ്തു. ഇനി കുറച്ചുകൂടി നമുക്ക് പോകാമല്ലോ. കുറച്ച് പോകാൻ മതി. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ തിരക്കി. പക്ഷെ അപ്പോഴത്തേനും മഴ ചെയ്തു പണ്ടാരം. ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ എന്താ. ഇന്ന് ചിലപ്പെങ്കിൽ കുറച്ച് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിടാം. ഇതാണെങ്കിൽ എന്താ പറയുക, മുടിൻ്റെ കയറ്റണേ ഇത്. മറ്റേ കയറ്റമൊന്നും ഇല്ലെങ്കിൽ സീനില്ല, നമുക്ക് പെട്ടെന്ന് സ്പീഡ് പോകാൻ പറ്റും. ഈ കയറ്റം വലിച്ചു കഴിയുമ്പോൾ തന്നെ ആകെ ഒരു വിധമാവും. അപ്പം നമുക്ക് സ്പീഡ് പോകാനൊന്നും കഴിയില്ല. അത് കലാന്താ ഗൈസ്, മഴ മാറുന്ന ലക്ഷണമില്ല. നിൽക്കണേ പണ്ടായിരുന്നു. അത് കുറേ ഉണ്ട്, അതുമില്ല. സമയം 7 മണി കഴിഞ്ഞ്. നേരത്തെ ജിമ്മിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതിന്. അപ്പോൾ ജിമ്മ് കയറാൻ പോലും പറ്റിയില്ല. ഫോൺ ഉണ്ടായതെന്നാണ്. അല്ലെങ്കിൽ ചടപ്പാണ് മയത്ത്. ഇങ്ങനെ ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് തെറിക്കാം. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ വെയിറ്റ് ചെയ്യാനല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. ഇന്നലെയൊക്കെ പൊരിഞ്ഞ മഴ, അതേപോലെ വരെ നിൽക്കാറുണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് 130 ഇങ്ങനെ വിടാം.
ഇനി പെരിയെത്തിയിട്ട് കാണാം ഗൈസ്. ഇടയ്ക്ക് എന്തായാലും ഫോൺ എടുക്കാൻ കഴിയൂല. പെരിയെത്തിയിട്ട് കാണാം ഗോയ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഓ മഴ കൊണ്ടു. ഇനി നമുക്ക് ജിമ്മ പോവാം. കാലൊക്കെ ഗത പോലെ അയക്കണോ അപ്പോൾ തന്നെ. ഗൈസ് ബ്രെഡും ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും അതിന് കുറച്ച് റോബസ്റ്റ് പഴം ചൂടാക്കിയിട്ട് വരാം ഗൈസ്. ഇത് കഴിച്ചിട്ട് ഇനി നേരെ ജിമ്മിൽ പോകാം. ഓഫ് ഇതിൽ നല്ല തണുത്ത പാല് കൂടി വെച്ച കിണ്ണ സാധനം. ഇതെല്ലാം കഴിച്ചിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഹലോ സാപ്പിട്. ഗൂയിസ് നമുക്ക് ജിമ്മിൽ പോവാം. 7:30 കഴിഞ്ഞു. വൈകി. പക്ഷെ സീനില്ല. ഇന്ന് സൺഡേ അല്ല, സാറ്റർഡേ ആണ്. സാറ്റർഡേ ഹോളിഡേ. ഗൂയിസ് അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. വീട്ടിൽ എത്തി. നല്ല പവർ വർക്കൗട്ട് ആയി. ലെഗും ഷോൾഡറും. അങ്ങനെ ജിമ്മാണ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എനർജിയാണ്. എനർജറ്റിക് മോട്ടർ. മച്ചാ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് ഗൈസ്. ഗോയ്സ് അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് ഗൈസ്. പ്രമാദം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിലൊന്നാണ് സാമ്പാറും ചട്നിയും. പിന്നെ ഇഡ്ഡലി അല്ലെങ്കിൽ മസാല ദോശ. ഇത് ഒന്നേരം എന്നുവെച്ചാൽ ഇന്നലെ രാത്രി സാമ്പാറാണ്. എന്നുവെച്ചാൽ രാത്രി സാമ്പാറാണെങ്കിൽ രാവിലെ ഒന്നെങ്കിൽ മസാല ദോശ കയറും അല്ലെങ്കിൽ ഇഡ്ഡലി കയറും. രണ്ടും കിട്ടുന്ന സാധനമാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ഗോയ്സ് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. 10 ഇഡ്ഡലി തന്നത്. 10 ഇഡ്ഡലി. അയ്യോ. ഇനി നമുക്ക് നോക്കട്ടെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. പോസ്റ്റ് ഓഫീസ് പോകാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. സമയം 1:30 ആയി. കുറച്ച് നേരം ഞാൻ എന്താ പറയുക വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഇതൊക്കെ നോക്കി. കുറച്ച് നേരം വെറുതെ ഫോൺ കണ്ടിരുന്ന്. അപ്പോൾ നമുക്ക് ഇനി പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോയി നോക്കണം. പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നോക്കട്ടെ ഗൈസ്, പോയി നോക്കട്ടെ. ഫോൺ ഇവിടെ വെക്കണം, കുത്തി വെക്കട്ടെ. ചാർജില്ല. ആ കുഞ്ഞാപ്പിച്ചെന്തിന് ആവശ്യത്തിനൊക്കെ വിളി വെക്കണം. എന്തിനാ നേരത്തെ ഉണ്ട് നേരത്തെ ഉമ്മച്ചി ഇപ്പോൾ കോയിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടിയതാണ് അടുക്കളയിൽ നിന്ന്. മറ്റേ ആൾ ഓനെ വിളിച്ചു വെച്ചിട്ട് ഓൻ പോയിക്കാണ്ട് 1:09 ഇറങ്ങണു. സംഭവം എന്താ വെച്ചാൽ ഇമ്മച്ചി ടൈം ചോദിച്ചാന്ന് ഓൻ്റെ വിചാരം. ഉമ്മ അവിടെ അടുക്കളയിൽ കോയിനാട്ടിയതാണ്. എന്നിട്ടാണ് 1:09 ഇപ്പം അതൊക്കെ ബാക്കിയുള്ളവരൊക്കെ വീട് കഴിക്കണേ. ഗൈസ് അങ്ങനെ 3 മണിയായി ഗൈസ്. ടൈം. ഇന്നത്തെ ഫുള്ള് മൈൻഡ് അറിയേണ്ടത് ഇൻസ്റ്റഗ്രാം എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ ഇൻസ്റ്റഗ്രാം ഒരു 10 ദിവസത്തിനുള്ളിൽ തുടങ്ങണം. 10 ദിവസം നിൽക്കേണ്ടത് ഇൻസ്റ്റഗ്രാമാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാർ കാണും. പിന്നെ അതേപോലെ തന്നെ ഫാമിലി ആയാലും ആൾക്കാരായാലും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇൻസ്റ്റഗ്രാം. പെട്ടെന്ന് കമൻറ്റ്. യൂട്യൂബ് പോലെയല്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ആ സാധനം പാടില്ല. അത് നമ്മൾ ഒഴിവാക്കണം. പക്ഷേ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പോകില്ലല്ലോ, മനസ്സിൽ പോകില്ലല്ലോ. പക്ഷേ നമ്മൾ വെല്ല ഇങ്ങനെ അത് ഒഴിവാക്കണം. ആൾക്കാർ ഇപ്പോൾ കണ്ട എന്തായിക്കോട്ടെ. ഒരുവിധമൊക്കെ പണ്ടൊക്കെ നല്ലൊരു ഇതുണ്ടേന്. ബാക്കിയുള്ളവർ കണ്ടാൽ എന്താ എന്നൊക്കെ മൈൻഡ് ഉണ്ടേന്. ഇപ്പോൾ കുറേ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുണ്ട്. പക്ഷെ നമ്മൾ റെഡി ആക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇതിലായി നിൽക്കാൻ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്തെങ്കിലും നോക്കി നിൽക്കാൻ. നമുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എന്ത് കണ്ടൻറ്റ് ചൂസ് ചെയ്യാം. അങ്ങനത്തെയൊക്കെ 2 കണ്ടൻറ്റാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകളിൽ. ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഫാഷൻ സ്റ്റൈൽ. ഇങ്ങനെ അതന്നെ മറ്റേ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി പോസൊക്കെ ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കണ്ട. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ മോട്ടിവേഷൻ അല്ല ലേണിങ് കൊടുക്കുക. ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കാര്യം കൊടുക്കുക.
ആക്ച്വലി അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. വെറുതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫാഷൻ സ്റ്റൈലാണെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ മോട്ടിവേഷൻ മീൻസ് എന്താ വെച്ചാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതന്നെ ആൾക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. കുറച്ച് പുതിയ ഹാബിറ്റുകളും അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവരാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, അങ്ങനത്തെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വർക്കാവും ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് തുടങ്ങണം. അതെന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും തുടങ്ങും. അത് ഷുവറാണ്. നെക്സ്റ്റ് 10 days ഇതിന് വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ ബാക്കിയുള്ള അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടത്തിച്ചും അത് വേറെ കാര്യം. ഇപ്പം നമുക്ക് ചോറയ്ക്കാം. ഗൈസ് ഇന്ന് തിന്നാൻ എന്തോ പരിപ്പിൻ്റെ എന്തോ ഒരു കറിയും ബീട്രൂട്ടും ഒരു മുട്ടയുണ്ട് ഗൈസ്. കഴിച്ചിട്ട് വരാം. ഗൈസ് ക്ലിനിക്ക് പോകാൻ നേരമായി. ചായ കുടിക്കുകയാണ് ഗൈസ്. ചായ കുടിക്കാറുണ്ട് കടി മാത്രം. എന്താ വെച്ചാൽ മുതിരയാണ് ഗൈസ് തിന്നാൻ. മുതിര പറയേണ്ടത് ആദ്യമായിട്ടാണ് ഞാൻ മധുരം ഒന്നും ഇടാതെ അച്ചയ്ക്ക് തിന്നണത്. മധുരം ഇട്ടാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് വേണ്ട. നമുക്ക് ഓൺലി ന്യൂട്രിയൻസ് മാത്രം മതി. വെറുതെ എന്തിനാ പഞ്ചാരക്ക് കാര്യങ്ങൾക്കുള്ള ഇത് ഉണ്ടാക്കണം. ഗൈസ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലൊക്കെ തിന്നട്ടെ. സത്യം പറഞ്ഞാൽ തിന്നാനുള്ള രസമൊന്നുമില്ല. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമല്ലോ വെച്ചിട്ടാണ് തിന്നണത്. ആദ്യമായിട്ട് നമുക്ക് ക്ലിനിക്ക് പോവാം. ഗൈസ് അങ്ങനെ ക്ലിനിക്ക് ചെയ്യാനായി. നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് വരാം ഗൈസ്. ഒക്കെ പാടാം. ലൈറ്റൊക്കെ ഓഫ് ആക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാം ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് ഇറങ്ങാം. യെസ് കഴിഞ്ഞു. വീട്ടിലോട്ട് തിരക്കാം ഗൈസ്. ഇതൊരു അഡിക്ഷൻ ആയിക്കണു. എത്ര അറിയാം, അത് നിർത്തണം. പിന്നെ ഒരു മസാല മോര് വാങ്ങി ഗൈസ്. എന്താ അറിയില്ല, ഭയങ്കര എന്തെങ്കിലും എരിവുള്ള സാധനം തിന്നാൻ പൂതിയാവുക. അമ്മക്ക് എരിവുള്ള സാധനം തിന്നാൻ പൂതിയാകുമ്പോൾ ആ തിന്നാൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഡ്രിങ്ക് ആണെങ്കിൽ ഇപ്പോൾ ഇത് പിന്നെ എരുള്ളി പിന്നെയും കുറച്ച് ഡ്രിങ്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. മധുര ആകുമ്പോഴാണ് പ്രശ്നം. മധുര ആകുമ്പോൾ നമുക്ക് ആ തിന്നാളിപ്പോൾ എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ലേ. ഫ്രൂട്ട്സ് ആൾ മാത്രമേ ഉള്ളൂ. എല്ലാം മുട്ടായി പോലത്തെ അങ്ങനത്തെ ഒന്നും തിന്നാനില്ലല്ലോ. എന്തായാലും പെരി പോകട്ടെ. പെരി പോകട്ടെ ഗായ്സ്. നമ്മൾ ക്ലിനിക്കിൽ വന്ന് ചോറ് കഴിച്ചു, ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബുക്ക് വായിക്കാണ്ട് അതുകൂടി കഴിഞ്ഞാൽ നിസ്കരിച്ചാൽ കിടന്നുറങ്ങാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യ്. നാളെ കാണാം ഗൈസ്. നാളെ വർക്കുണ്ട്, കാറ്ററിംഗ് വർക്കുണ്ട്. അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഒരു കാറ്ററിംഗ് വർക്ക് മൊത്തത്തിലൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഈ ഫോണ് എങ്ങനെ സ്റ്റക്ക് ആവുമെന്നല്ല. നമ്മളിങ്ങനെ കീസിലിട്ടാൽ അപ്പം ഇങ്ങനെ സ്റ്റക്കാവും ഈ ഫോൺ. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാലിളകുമല്ലോ. അപ്പോൾ ഈ ഫോൺ ഇളകുമ്പോൾ ഫോൺ സ്റ്റക്കാവും. പിന്നെ ഫോണും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വിച്ച് ഓഫ് ആവും. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് എന്തെങ്കിലും ഇതുള്ളൂ. പക്ഷേ ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നാളെ കാണാം ഗൈസ്. ബൈ.